ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന വരാനിരിക്കുന്ന ഒരു വിപത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്തുകൊണ്ട് കാര്യമായി എടുക്കണം? നമുക്ക് എങ്ങനെ ഇതിനെ തടയാം? നാം എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ? ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 2050 ആകുമ്പോൾ ക്യാൻസർ, റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഇവയെല്ലാം പിന്തള്ളി ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാനുള്ള കാരണത്തിൽ ഒന്നാമതായി AMR അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആയിരിക്കാം എന്ന് പറയുന്നു. രോഗികളെ പരിപാലിച്ചതിനു ശേഷം കൈകൾ കഴുകുക അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക, ആരോഗ്യകരമായ ശുചിത്വം പാലിക്കുക, വാക്സിനേഷൻ എടുക്കുക, ഡോക്ടറുടെ ഉപദേശം കൂടാതെ ആന്റിബയോട്ടിക് കഴിക്കുന്നത് ആരംഭിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്താൽ ആന്റിബയോട്ടിക്കിന്റെ ഡോസ് തെറ്റാകാം, തിരഞ്ഞെടുത്ത ആന്റിബയോട്ടിക്കിന്റെ ചോയ്സ് തെറ്റാകാം, ഡോക്ടർ നിർദ്ദേശിച്ച കോഴ്സ് നിർബന്ധമായും പൂർത്തിയാക്കുക, ഡോസസ് ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്താൽ ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ, മ്യൂട്ടേഷൻ ഇതിനൊക്കെ ഒരു ചാൻസ് കൊടുക്കാതിരിക്കുക. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ പ്രശ്നത്തിന് കാരണമായേക്കാം. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കി കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഇതിനെതിരെയുള്ള മുൻകരുതലുകൾ നാം ഓരോരുത്തരും എടുക്കണം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നന്ദി.